ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഷവർലയാണ്. ഷവർലയുടെ താഹമാണ്. ഈ ഒരു വാഹനം നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ സർവീസ് റിമൈൻഡർ റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഈ സ്റ്റിയറിങ്ങിലുള്ള ഈ ബട്ടൺ ഉപയോഗിച്ചാണ് നമുക്കിത് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിൽ താഴോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സർവീസിൻ്റെ റിമൈനിങ് എത്രയുണ്ടെന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുറേയധികം ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. എഞ്ചിൻ എത്ര മണിക്കൂർ റണ്ണായി, അതേമാതിരി തന്നെ ബ്രേക്ക് പാഡിൻ്റെ റീസെറ്റിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ റീസെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മളത് പ്രസ് ചെയ്ത് ഒന്ന് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവുന്നതാണ്. വളരെ സിമ്പിളാണ്. അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിപ്പം കണ്ടല്ലോ 100% ആയി. അതേമാതിരി തന്നെ ഈ കാണുന്നത് ഒരു റിമോട്ട് സ്റ്റാർട്ട് വണ്ടിയാണ്. നമുക്ക് വാഹനത്തിൻ്റെ വെളിയിൽ നിന്ന് നമുക്ക് റിമോട്ടിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഈ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ട്, ഇപ്പം വാഹനമൊക്കെ നമ്മൾ നല്ല ചൂടിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എ സിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂളാക്കിയതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തണുപ്പുള്ള രാജ്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് നല്ലപോലെ ഹീറ്റൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.